ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷാ തീയതി PSC പ്രഖ്യാപിച്ചു. 2020 സെപ്റ്റംബർ 29-നാണ് പരീക്ഷ. FSO സിലബസ് കൂടി PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. PSC വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന സിലബസിൽ നിന്ന് മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല. ലോക്ക്ഡൗൺ നിലവിലുള്ളതിനാൽ നേരിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകൾക്ക് അവസരമില്ലാത്തതിനാൽ FSO പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഓൺലൈൻ കോച്ചിങ് പ്രയോജനപ്പെടുത്താം. FSO പരീക്ഷയുടെ ഓൺലൈൻ കോച്ചിങ് ഡെമോ ക്ലാസ് നിങ്ങൾക്കായി ഇവിടെ അവതരിപ്പിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉള്ളത് വാട്ട് ഈസ് ദ റെസൊല്യൂഷൻ ഓഫ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. ഓപ്ഷൻസ് 0.3 മൈക്രോമീറ്റർ, 0.4 മൈക്രോമീറ്റർ, 0.2 മൈക്രോമീറ്റർ, 1.4 മൈക്രോമീറ്റർ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ C ആണ്, 0.2 മൈക്രോമീറ്റർ. ഒരു ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിയുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 0.2 മൈക്രോമീറ്റർ ആണ്. അതിൻ്റെ ന്യൂമറിക്കൽ അപ്പർച്ചർ 1.25 to 1.4 ആണ് വരുന്നത്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 1.8 to 2 മില്ലിമീറ്റർ ആണ് വരുന്നത്. വർക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.1 മില്ലിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ഈ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിയുടെ വർക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പെസിമനും ഒബ്ജക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വർക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ വർക്കിംഗ് ഡിസ്റ്റൻസ് 0.1 mm ആണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ആലോചിച്ച് വയ്ക്കേണ്ട ഒരു കാര്യം ഹ്യൂമൻ ഐയുടെ റെസൊല്യൂഷനാണ്. ഹ്യൂമൻ ഐയുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 0.3 സെൻറ്റിമീറ്റർ അറ്റ് 1 കിലോമീറ്റർ വ്യൂ ഡിസ്റ്റൻസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among the following is used for chemical fixation? കെമിക്കൽ ഫിക്സേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ 1 വാട്ടർ, ഓപ്ഷൻ 2 ഹീറ്റ്, ഓപ്ഷൻ 3 എത്തനോൾ, ഓപ്ഷൻ 4 ഗ്ലിസറോൾ. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്, എത്തനോൾ. അപ്പം ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പെസിമെനെ സ്ലൈഡുമായിട്ട് ഫിക്സ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് നമ്മൾ പറയുന്നത് ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഫിക്സേഷൻ രണ്ട് തരത്തിലുണ്ട്. കെമിക്കൽ ഫിക്സേഷനുണ്ട്, ഹീറ്റ് ഫിക്സേഷനുണ്ട്. കെമിക്കൽ ഫിക്സേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കെമിക്കൽസ് ആണ്. അതിലൊന്ന് എഥനോളാണ്, മറ്റൊന്ന് അസറ്റിക് ആസിഡ്, മെർക്യൂറി ക്ലോറൈഡ്, ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്ടറാൽഡിഹൈഡ്. ഇത്രയും കെമിക്കൽസാണ് നമ്മൾ കെമിക്കൽ ഫിക്സേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഹീറ്റ് ഫിക്സേഷന് നമ്മളൊരു ഹീറ്റ് സോഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. ഒരു ബൻസൺ ബർണറോ അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് ലാമ്പോ ആയിരിക്കും നമ്മൾ ഹീറ്റ് ഫിക്സേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് ഫിക്സേഷനിൽ എൻ്റയർ ഓർഗാനിസത്തിൻ്റെ മോർഫോളജി നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. കെമിക്കൽ ഫിക്സേഷൻ ആണെങ്കിൽ എൻ്റയർ ഓർഗാനിസവും ഓർഗാനിസത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഫിക്സ് ചെയ്യാൻ സാധിക്കും. അതാണ് കെമിക്കൽ ഫിക്സേഷനും അതേപോലെ ഹീറ്റ് ഫിക്സേഷനും തമ്മിലുള്ള വ്യത്യാസം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഇസ് ദ കൗണ്ടർ സ്ട്രെയിൻ ഇൻ ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് A Malachite Green, B Safranin, C Eosin, D Rose Bengal. ഇതിൻ്റെ ആൻസർ B ആണ്, Safranin. കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയറിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെയിനാണ്. ഗ്രാം സ്റ്റെയിനിങ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും തിരിച്ചറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് മെത്തേഡാണ് ഗ്രാം സ്റ്റെയിനിങ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാഫ്രാനിൻ ഒരു ബേസിക് ഡൈ ആണ്. അത് ഒരു കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേസമയം ഗ്രാം സ്റ്റെയിനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ വയലറ്റ് ആണ്. ക്രിസ്റ്റൽ വയലറ്റും ഒരു ബേസിക് ഡൈ തന്നെയാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ മെലക്കൈറ്റ് ഗ്രീൻ ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ബേസിക് ഡൈ. അതേപോലെ ഇയോസിനും ഒരു ബേസിക് ഡൈ ആണ്. റോസ് ബംഗാൾ ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ അസിഡിക് ഡൈ. ഇവിടെ സാഫ്രനിൻ മാത്രമാണ് നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് പ്രൊസീജിയറിന് വേണ്ടി നോർമലി യൂസ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ബാക്കിയുള്ള മെലക്കൈറ്റ് ഗ്രീൻ ആയാലും ഇയോസിൻ ആയാലും റോസ് ബംഗാൾ ആണെങ്കിലും നമ്മൾ ഗ്രാം സ്റ്റെയിനിങ്ങിന് യൂസ് ചെയ്യില്ല. ഗ്രാം സ്റ്റെയിനിങ്ങിന് യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റെയിൻ അപ്പോൾ ആലോചിച്ച് വയ്ക്കുക, ക്രിസ്റ്റൽ വയലറ്റ് ആണ്. അതിൻ്റെ കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറയുന്നത് സാഫ്രാനിനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. Fluorescent dye used in direct microscopic counting (DMC) in analyzing food sample.
DMC അല്ലെങ്കിൽ ഡയറക്റ്റ് മൈക്രോസ്കോപ്പിക് കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് സാമ്പിൾ അനാലിസിസ് ചെയ്യാൻ വേണ്ടി നോർമലി യൂസ് ചെയ്യുന്നതാണ്. ആ പേര് പറയുന്നത് പോലെ തന്നെ നമ്മൾ സാമ്പിൾസ് ഡയറക്റ്റ് ആയിട്ട് മൈക്രോസ്കോപ്പിൻ്റെ കീഴിൽ വെച്ച് അതിനകത്ത് എന്തൊക്കെയാണ് ബാക്ടീരിയാസ് ഉള്ളത്, എത്ര ബാക്ടീരിയാസ് ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യുന്നതാണ് ഡയറക്റ്റ് മൈക്രോസ്കോപ്പിക് കൗണ്ടിങ്. അതിന് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണെന്നാണ് ചോദ്യം. ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ Acridine Orange ഉണ്ട്, Sybr Green ഉണ്ട്, Malachite Green ഉണ്ട്, Fuchsin Orange ഉണ്ട്. ഇതിൻ്റെ ആൻസർ, കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ആൻസർ ബി ആണ്, Sybr Green. Sybr Green ഒരു ഫ്ലൂറസെൻ്റ് ഡൈ ആണ്. അത് ജനറലി നമ്മൾ DMCയിൽ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ പല സമയത്തും നമുക്ക് മറ്റ് സ്റ്റെയിനുകളും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ Sybr Green എന്ന് പറഞ്ഞ ഫ്ലൂറസെൻ്റ് ഡൈ ആണ് ജനറലി, വളരെ ജനറലി നമ്മൾ DMC മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഇസ് ഗ്രാം പോസിറ്റീവ്? താഴെ കൊടുത്തിട്ടുള്ള കോമ്പിനേഷൻ, ബാക്ടീരിയയുടെ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതിലേതാണ് ഗ്രാം പോസിറ്റീവ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ Campylobacter ആൻഡ് Clostridium. ഓപ്ഷൻ ബി Listeria ആൻഡ് Staphylococcus. ഓപ്ഷൻ സി E.Coli ആൻഡ് Brucella. ഓപ്ഷൻ ഡി Yersinia ആൻഡ് Bacillus anthracis. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ Campylobacter ആണ്. Campylobacter ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. നമ്മളടുത്ത് ചോദിച്ചത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആയിട്ടുള്ള കോമ്പിനേഷനുകൾ ഏതാണെന്നാണ്. അപ്പോൾ രണ്ട് ബാക്ടീരിയയും ഗ്രാം പോസിറ്റീവ് ആയിരിക്കണം. ആദ്യത്തെ ഓപ്ഷനിൽ നോക്കുകയാണെങ്കിൽ Campylobacter ആണ്. Campylobacter ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. Campylobacterലുള്ള ആളാണ് Campylobacter jejuni. അതൊരു ഫുഡ് പാത്തോജൻ ആണ്. അതേസമയം Clostridium, എ ഓപ്ഷനിലെ Campylobacter ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ Clostridium ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയാണ്. Clostridium ആണ് ബോട്ടുലിസവും ടെറ്റനസും ഒക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയാസൊക്കെ Clostridium സ്പീഷ്യസിലുള്ളതാണ്. അത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്. ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ Listeria ആണ്, Staphylococcus ആണ്. Listeria ഗ്രാം പോസിറ്റീവ് ആണ്. ഗ്രാം പോസിറ്റീവ് മൈക്രോ ഓർഗാനിസം ആണ് Listeria. Listeria മോണോസൈറ്റോജീൻസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഇസ് അണ്ടർ ദ സ്പീഷ്യസ് Listeria. Listeria മോണോസൈറ്റോജീൻസ് കോസ് ചെയ്യുന്ന ഡിസീസ് ലിസ്റ്റീരിയോസിസ് എന്നാണ് പറയുന്നത്. ഇറ്റ് കോസസ് സെപ്സിസ് ആൻഡ് എൻസെഫലാറ്റിസ്. എൻസെഫലാറ്റിസ് മസ്തിഷ്ക ജ്വരവും സെപ്സിസും ഉണ്ടാക്കുന്ന ആളുകളാണ് Listeria മോണോസൈറ്റോജീൻസ്. Listeria ഒരു ഗ്രാം പോസിറ്റീവ് ഓർഗാനിസമാണ്. ഓപ്ഷൻ ബിയിൽ തന്നെയുള്ളതാണ് Staphylococcus. Staphylococcus ഇസ് ഓൾസോ ഗ്രാം പോസിറ്റീവ്. അത് ഫുഡ് പാത്തോജൻ ആണ്. അതിൻ്റെ ടോക്സിൻ റിലീസ് ചെയ്തിട്ട് ഫുഡ് പോയ്സണിങ് കോസ് ചെയ്യും. ഡയറിയ അടക്കമുള്ള ഫുഡ് പോയ്സണിങ് ആണ് Staphylococcus ഉണ്ടാക്കുന്നത്. ഓപ്ഷൻ സി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ E.Coliയും Brucellയുമാണ്. E.Coli ഈസ് എ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയാണ് അസോസിയേറ്റഡ് വിത്ത് സീവേജ് കണ്ടാമിനേഷൻ ഓഫ് ബോത്ത് ഫുഡ് ആൻഡ് വാട്ടർ. Brucella ആണെങ്കിൽ ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ബ്രുസെല്ലോസിസ് എന്ന് പറഞ്ഞ ഡിസീസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയയാണ് Brucella. ഇറ്റ് ഇസ് എൻ ഫുഡ് ബോൺ ഡിസീസാണ്. അതുപോലെ തന്നെ അൺപാസ്ചറൈസ്ഡ് മിൽക്ക് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഡിസീസാണ് ബ്രുസെല്ലോസിസ്. ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ Yersinia ആൻഡ് Bacillus anthracis ആണ്. Yersinia ഒരു ഗ്രാം നെഗറ്റീവ് സ്പീഷ്യസ് ആണ്. ദാറ്റ് കോസസ് എ ഡിസീസ് കോൾഡ് ആസ് Yersiniosis. ഡയറിയ, ഫീവർ, അബ്ഡോമിനൽ പെയിൻ ഒക്കെയാണ് Yersiniosis-ൻ്റെ സിംറ്റംസ്. അപ്പോൾ Yersiniosis ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ് Yersinia, എ ഗ്രാം നെഗറ്റീവ് സ്പീഷ്യസ് ആണ്. അതേസമയം Bacillus anthracis ഓൾസോ അതൊരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്. അത് ആന്ത്രാക്സ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് Bacillus anthracis. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബിയിലെ Listeriaയും Staphylococcusഉം ഗ്രാം പോസിറ്റീവ് ഓർഗാനിസമാണ്. So first of all I am reading the question. So the first question is, a disaccharide which is a major intermediate form of photosynthesis and that act as the transport form of sugar in plants. That means, what do you mean by a disaccharide? Disaccharide means it's a combination of two monosaccharide unit. Okay, so what is a monosaccharide means? A monosaccharide is formed, or a monosaccharide means simply means sugar. Glucose is a monosaccharide.
So when these two monosaccharides combine together, it will be forming a disaccharide. So the disaccharide is, here this sucrose is a disaccharide. So sucrose is a combination of glucose and fructose. This glucose and fructose will be joining together by 1,2 linkage and is forming sucrose. So in this question, the answer is a disaccharide, that is a major intermediate form of photosynthesis. It acts as the transport form of sugar in plants. So when we are going through the options, the first one is lactose. Lactose is, of course, lactose is a disaccharide. Lactose is a combination of glucose and galactose. Okay. Then maltose. Maltose is also a disaccharide which is formed by the combination of two glucose molecules. Then the sucrose. Sucrose is a disaccharide and is formed by the combination of one glucose and one molecule of fructose. So here the question is a disaccharide. So A, B and C, the three options are disaccharide. So here the question is a disaccharide which is the major intermediate form of photosynthesis, and in it acts as the transport form of sugar in plants, and the answer is sucrose. Okay, so sucrose is the major, it's a major disaccharide that is acting as the transport form of sugar in plants in photosynthesis. Okay. Then the next question is a non-reducing sugar which is found in the circulating fluid of insects. So what do you mean by a non-reducing sugar? So when we are discussing about sugars, we know that this glucose, glucose, fructose, maltose, lactose, all are reducing sugars except sucrose and starch. What do you mean by a reducing sugar? When we are discussing about reducing sugar, a reducing sugar is a sugar whose anomeric carbon atom will be free and it will be involved in no linkages. So here the question is, so a non-reducing sugar means a sugar whose anomeric carbon atom will not be free. So when we are going through the options, the first one is sucrose. So already I have told you that sucrose is a non-reducing sugar. Okay. The next option is trehalose. Okay. So trehalose is also a sugar. Trehalose is also a sugar. What is the importance of trehalose? Okay. This trehalose is a non-reducing sugar that is found in the circulating fluid of insects. That is the importance of this trehalose. So the answer for this question is trehalose. Starch is also a non-reducing sugar. Okay. Glucose is a reducing sugar. So we can eliminate the option glucose. So the three options given are sucrose, trehalose and starch. The three options are non-reducing sugars, but the correct answer for this question is trehalose. And the next one, the third one, the wood rot fungi and bacteria produces the enzyme, and the options are cellulase, amylase, lipase and lipase. Here, what do you mean by a cellulose enzyme? From the name itself, cellulase enzyme is the enzyme that digests cellulose. Okay, cellulose is a polysaccharide which is made up of beta-D glucose unit. It's a linear polysaccharide. So cellulase is the enzyme that digests cellulose. Okay, then amylase. Amylase is the enzyme that digests starch. We know that starch is a polysaccharide and it is consisting of two parts, amylose and amylopectin part. So the enzyme that digests starch is called as amylase. Then the third one is lipase. Lipase is our enzyme that hydrolyzes lipids. So here the question, the wood rot fungi and bacteria produces the enzyme, and the answer is cellulase. Okay, the wood rot fungi and bacteria produces the enzyme cellulase. Then the second most abundant polysaccharide. The second most abundant polysaccharide is chitin. Okay, the answers, the in option, starch is there, cellulose is there, glycogen is there. But here we can eliminate one option, we can eliminate starch and glycogen. Okay, we will be having a confusion that because the starch is the reserve form of food in plants and glycogen is the reserve form of food in animals. So we will think like that the starch and glycogen will be the answer for this question. But actually this most abundant polysaccharide is cellulose and the second most abundant polysaccharide is chitin. Okay, so the answer for this question is chitin. Now fifth one.
An example for glycosaminoglycans. Glycosaminoglycans means they are heteropolysaccharides. Okay, so the example for in this option, heparin is there, starch is there, cellulose is there. Okay, this starch and cellulose are homopolysaccharides. In this question, the question is give an example for glycosaminoglycan. Glycosaminoglycan is the other name for heteropolysaccharide. So the answer for this question is heparin. Okay, heparin, we know that the function of heparin is an anticoagulant, and heparin is the example for heteropolysaccharide, or we can call the heparin heteropolysaccharide as glycosaminoglycans. So an example for glycosaminoglycans is heparin. Okay, so what is a heteropolysaccharide? We know that polysaccharide is a combination of monosaccharides. When 10 or more monosaccharides join together by glycosidic linkage, it will be forming a polysaccharide. So polysaccharides are of two types. Homopolysaccharide is there, and heteropolysaccharide is there. So homopolysaccharides are made up of same kind of sugar unit, and heteropolysaccharides are made up of different kind of sugar unit. So heteropolysaccharides, glycosaminoglycan is the other name for heteropolysaccharide. Homopolysaccharide, we can call homopolysaccharide as homoglycan. In this, starch and cellulose are example for homopolysaccharides. So the example for heteropolysaccharide or glycosaminoglycan is heparin. ഈ മാതൃകയിൽ ഓൺലൈൻ ക്രാഷ് പ്രോഗ്രാമിലൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് PSC FSO പരീക്ഷാ സിലബസ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ഒപ്പം 20 FSO ഓൺലൈൻ മോഡൽ എക്സാം കൂടി പരിശീലിക്കാം. Log on to www.brilliancecollege.com for instant admission. ഇന്ന് തന്നെ ഓൺലൈൻ തയ്യാറെടുപ്പ് ആരംഭിക്കുക. FSO പരീക്ഷയിൽ ആദ്യ റാങ്ക് ലക്ഷ്യം കാണുന്നവർക്ക് 20 സെറ്റ് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഓൺലൈൻ മോഡൽ എക്സാമിനേഷന് മാത്രമായും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിസിറ്റ് www.brilliancecollege.com.